ഞാനിന്നിവിടെ ഷെയർ ചെയ്യാൻ പോകുന്നത് എല്ലാ വീട്ടമ്മമാർക്കും തന്നെ നമ്മുടെ ഡെയിലി ലൈഫിൽ യൂസ്ഫുൾ ആവുന്ന കുറേ നല്ല ടിപ്സ് ആൻഡ് ട്രിക്സ് ഒക്കെ കളക്ട് ചെയ്തിട്ടാണ് കേട്ടോ. ഒത്തിരി സമയം നിന്ന് ചെയ്യുന്ന ജോലികളൊക്കെ വളരെ സിമ്പിളായി തീർക്കാനുള്ള ടിപ്സും ഞാൻ ഈ ഒരു വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോവാം. ആദ്യം ഞാനിവിടെ ഒരു റെസിപ്പിയാണ് കേട്ടോ കാണിക്കുന്നത്. ഞാനിവിടെ ഒരു കുക്കറിൽ ഇതുപോലെ കുറച്ച് നോർമലായിട്ടുള്ള വെള്ളം എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഞാൻ ഒരു അര ഗ്ലാസോളം പച്ചരി നല്ല പോലെ തന്നെ കഴുകിയെടുത്തിട്ട് അത് ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. അതേപോലെ തന്നെ ഒരു അര ഗ്ലാസോളം ഉലുവയുണ്ടല്ലോ, ഉലുവ ഞാൻ ഒരു മണിക്കൂർ, നമ്മൾ കുക്ക് ചെയ്യുന്നതിൻ്റെ ഒരു മണിക്കൂർ മുമ്പ് ഞാൻ വെള്ളത്തിലിട്ട് കുതിരാൻ വെച്ചതായിരുന്നു കേട്ടോ. നല്ലോണം കഴുകിയതിന് ശേഷം വേണം നമ്മൾ കുതിരാനായിട്ട് കുതിർക്കാനിടാൻ കേട്ടോ. എന്നിട്ട് നമ്മൾ അതും ഇതിലേക്ക് ചേർത്തതിന് ശേഷം കുറച്ച് വെള്ളം ഞാൻ അതിന് എടുക്കുന്നുണ്ട് കേട്ടോ. കുറച്ച് കൂടുതൽ വെള്ളമായി നമ്മൾ ഈ ഇട്ടിരിക്കുന്ന അരിയും ഉലുവയുടെയും കുറച്ച് മുകളിലായിട്ട് നിന്നാൽ മതി വെള്ളം കേട്ടോ. അപ്പോൾ നമുക്ക് കറക്റ്റ് പാകമായിട്ട് കിട്ടും. എന്നിട്ട് നമ്മളത് ശരിക്കും ഒരു 4 വിസിൽ നമ്മൾ വരുത്തിക്കുക കേട്ടോ. 4 വിസിൽ വന്നു കഴിഞ്ഞാൽ ഈ വെള്ളവും ഉലുവയും അതുപോലെ അരിയെല്ലാം കറക്റ്റ് പാകമായി നിൽക്കും കേട്ടോ. എന്നിട്ട് വെള്ളം പോരാ എന്ന് നമുക്ക് തോന്നുന്നുണ്ടെങ്കിൽ മാത്രം നമ്മൾ കുറച്ച് ചൂടുള്ള വെള്ളം നമ്മളിതിലേക്ക് കുറച്ച് ഒഴിച്ചു കൊടുത്താൽ മതി. ഇപ്പോൾ ഇവിടെ കണ്ടില്ലേ 4 വിസിൽ വന്നിട്ട് അതിൻ്റെ ഫ്ലെയിം ഫുള്ളായി പോയതിന് ശേഷമാണ് ഞാൻ ഓപ്പൺ ആക്കിയത്. നന്നായി തന്നെ നമുക്ക് വെന്ത് കിട്ടിയിട്ടുണ്ട്. ഉലുവയും അതുപോലെ അരിയൊക്കെ നന്നായി വെന്ത് കിട്ടിയിട്ടുണ്ട് കേട്ടോ. വെള്ളവും കറക്റ്റ് പാകമായിട്ടുണ്ട്. ഇനി ഞാൻ നല്ലോണം തന്നെ 2 പിടി അളവിൽ തേങ്ങ ചിരവിയതും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. തേങ്ങ നമ്മൾ കൂടുതൽ ചേർക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റ് ഉണ്ടല്ലോ, ആ ടേസ്റ്റ് നമുക്ക് പെട്ടെന്ന് അറിയില്ല കേട്ടോ. അപ്പോൾ നമ്മൾ ഇഷ്ടത്തോടു കൂടി കഴിക്കും. തേങ്ങ കുറച്ച് കൂടുതൽ ചേർക്കുന്നത് നല്ലതായിരിക്കും കേട്ടോ. അപ്പോൾ ഞാനിവിടെ ശരിക്കും പറഞ്ഞാൽ മൊത്തം ഒരു ഗ്ലാസ്സിലാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. അപ്പോൾ നമുക്ക് 2 പേർക്ക് കറക്റ്റായിട്ട് കഴിക്കാൻ പറ്റുന്ന രീതിയിലാണ് ഞാൻ ഇവിടെ തയ്യാറാക്കിയിരിക്കുന്നത് കേട്ടോ. ഇപ്പോൾ ഇത്രയേ ഉള്ളൂ. ഇനി നമുക്കത് പാത്രത്തിലേക്ക് സെർവ് ചെയ്യാം. നമ്മളിത് കഴിക്കുമ്പോൾ പ്രത്യേകിച്ച് ചൂടോടുകൂടി തന്നെ നമ്മൾ കഴിക്കാനായിട്ട് ശ്രദ്ധിക്കണം. അതുപോലെ നമ്മളതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് വേണമെങ്കിൽ ഉപ്പ് ചേർത്ത് കൊടുക്കാം. അല്ല എന്നുണ്ടെങ്കിൽ ഞാൻ ഇതിൽ ഉപ്പ് ചേർത്തിട്ടാണ് തയ്യാറാക്കി കഴിക്കുന്നത് കേട്ടോ. ഉപ്പ് ഇഷ്ടമില്ലാത്തവർക്ക് കുറച്ച് ശർക്കരപ്പാവ് ഉണ്ടല്ലോ, ശർക്കരപ്പാവ് നമുക്കിതിലേക്ക് കുറച്ച് ഒഴിച്ചിട്ട് കഴിക്കുകയാണെങ്കിൽ അങ്ങനെയും കഴിക്കാം കേട്ടോ. നമ്മൾ ഈ കർക്കിടക മാസത്തിൽ ഇങ്ങനെ കഞ്ഞി നമ്മൾ തയ്യാറാക്കിയിട്ട് ഒരു 3-4 ദിവസമൊക്കെ അടുപ്പിച്ച് കഴിക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ബാക്ക് പെയിൻ വരുന്നതൊക്കെ കുറയ്ക്കാൻ പറ്റും. ബാക്ക് പെയിൻ ഉണ്ടാവില്ല. ഉലുവ അത്രയും നമ്മുടെ ശരീരത്തിന് നല്ലതാണ് കേട്ടോ. സ്ത്രീകൾ ഉലുവ കഴിക്കുന്നത് വളരെ നല്ലതാണ്. ഇടുപ്പ് വേദന, അതുപോലെ ബാക്ക് പെയിന്, പിന്നെ അതുപോലെ പീരീഡ്സ് ആകുമ്പോൾ നമുക്ക് വയറുവേദനയൊക്കെ വരും. അതൊക്കെ കുറയ്ക്കാനൊക്കെ ഈ ഒരു കഞ്ഞി കഴിക്കുന്നത് വളരെ നല്ലതാണ് കേട്ടോ. അപ്പം നിങ്ങൾ ഈ ഒരു കർക്കിടക മാസത്തിൽ ഇങ്ങനെയുള്ള കഞ്ഞി നിങ്ങൾ തയ്യാറാക്കി നോക്കുക. അപ്പോൾ ഇതേപോലെ തന്നെ നമുക്ക് ചെറുപയർ കഞ്ഞി, ഉലുവ കഞ്ഞി, അതുപോലെ കടുക് കഞ്ഞിയൊക്കെ നമ്മൾ തയ്യാറാക്കും കേട്ടോ. അപ്പോൾ എല്ലാം സെയിം രീതിയിൽ തന്നെയാണ്, ഇതേ ഒരു രീതിയിൽ തന്നെയാണ് നമ്മൾ അങ്ങനെയുള്ള കഞ്ഞികളൊക്കെ തയ്യാറാക്കുന്നത്. അതേപോലെ അടുത്തൊരു ടിപ്പിലോട്ട് പോവാം കേട്ടോ. അടുത്തത് ഞാനിവിടെ നെയിൽ പോളിഷ് എടുത്തിട്ടുണ്ട്. നമ്മൾ കുറച്ച് പ്രാവശ്യമൊക്കെ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ഇതുപോലെ അതിൻ്റെ ആ ഒരു ഇത് നമ്മൾ ഓപ്പൺ ആക്കുമ്പോൾ ശരിക്കും നല്ല ടൈറ്റ് ആവും. കാരണം ആ ഒരു അടപ്പിൽ നെയിൽ പോളിഷിൻ്റെയൊക്കെ ആയതുകൊണ്ട് അത് അവിടെ ടൈറ്റായിട്ട് നമുക്ക് ഓപ്പൺ ആക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അപ്പം നമുക്ക് അങ്ങനെ വരുമ്പോൾ നമ്മൾ എന്ത് ചെയ്യാന്ന് വെച്ചാൽ നമ്മൾ ഓരോ തവണ യൂസ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇടയ്ക്ക് എപ്പോഴും ചെയ്യണമെന്നില്ല, ഇടയ്ക്കൊക്കെ നമ്മളിതുപോലെ വാസ്ലിൻ ഉണ്ടല്ലോ, വാസ്ലിൻ ഇതുപോലെ ആ ഒരു അതിൻ്റെ ആ ഒരു ഉൾവശത്ത് ഈ ഒരു നെയിൽ പോളിഷിൻ്റെ ആ അടപ്പിൻ്റെ ഇതുപോലെ ആ സൈഡിലൊക്കെ ഇതുപോലെ ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുക കേട്ടോ. അപ്ലൈ ചെയ്ത് കൊടുക്കുമ്പോൾ നമുക്ക് അവിടെ നെയിൽ പോളിഷ് ആയാലും നമുക്കത് അവിടെ അങ്ങനെ ഉണങ്ങിയിട്ട് ഡ്രൈ ആയത് കാരണമാണ് നമുക്കത് ഓപ്പൺ ആക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാവുക. അങ്ങനെ ആവില്ല, പെട്ടെന്ന് നമുക്ക് ഓപ്പൺ ആക്കാനും സാധിക്കും. വാസ്ലിൻ ഇല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് വല്ല ലോഷൻ ഉണ്ടെങ്കിൽ ലോഷൻ അപ്ലൈ ചെയ്ത് കൊടുത്താലും മതിയാവും കേട്ടോ. അപ്പോൾ നിങ്ങൾ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്യുക. ഇനിയിപ്പോൾ അതേപോലെ തന്നെ ഇപ്പോൾ മഴക്കാലം ആയിരിക്കുന്നത് കൊണ്ട് നമ്മുടെ ഇതുപോലെ മാച്ച് ബോക്സ് ഒക്കെ നമ്മുടെ വീട്ടിലുണ്ടെന്നുണ്ടെങ്കിൽ അതിൽ അത് മിക്കവാറും നമ്മൾ ഉരയ്ക്കുമ്പോൾ അത് കത്തില്ല, കാരണം അത് തണുത്തിട്ട്. അപ്പോൾ നമ്മൾ അങ്ങനെ വരുമ്പോൾ ഇങ്ങനെ വാങ്ങുന്ന തീപ്പെട്ടി ഉണ്ടല്ലോ, ഈ തീപ്പെട്ടിക്കകത്ത് ഇതുപോലെ കുറച്ച് ന്യൂസ് പേപ്പർ ഇതുപോലെ ചെറിയ പീസാക്കിയിട്ട് ഇതുപോലെ ഒന്ന് ചുരുട്ടിയിട്ട് നമ്മൾ അതിനകത്തേക്ക് ഇട്ട് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ഈ ഒരു തീപ്പെട്ടിക്കകത്തുള്ള ആ ഒരു സ്റ്റിക്ക് പെട്ടെന്ന് തണുത്ത് പോവില്ല കേട്ടോ. ഇതിപ്പോൾ നമ്മൾ കുട്ടികളോടൊക്കെ ഇത് ചെയ്യാൻ പറയുകയാണെങ്കിൽ അവർ ഒരുപാട് ഇഷ്ടത്തോടു കൂടി തന്നെ ഇങ്ങനെയുള്ള പണികളൊക്കെ അവർ ചെയ്യുകയും ചെയ്യും. നമുക്കിതുപോലെ തീപ്പെട്ടിയൊന്നും നമുക്ക് പെട്ടെന്ന് തണുത്ത് പോവുകയില്ല. ഇപ്പോൾ മഴക്കാലം ആയത് കാരണം എന്തായാലും എത്ര സൂക്ഷിച്ചാലും അത് നമുക്ക് തണുത്തിരിക്കും. അപ്പോൾ നിങ്ങൾ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള നല്ലൊരു ടിപ്പാണ് കേട്ടോ. നമുക്ക് അടുത്ത ടിപ്പിലോട്ട് പോവാം. അടുത്ത ടിപ്പ് ഇതുപോലെ നമ്മുടെ വീട്ടിലൊക്കെ ഷൂ ഉണ്ടാവുമല്ലോ, നമ്മുടെ മക്കളുടെ സ്കൂളിലേക്കൊക്കെ ഇട്ടിട്ട് പോകുന്ന ഷൂ ആണെങ്കിലും ഇതുപോലുള്ള കട്ട് ഷൂ ആണെങ്കിലും നമ്മൾ ഫാൻസി കട്ട് ഷൂ ആണെങ്കിലും ഒക്കെ നമ്മൾ വെക്കുമ്പോൾ നമ്മൾ യൂസ് ചെയ്ത് കഴിഞ്ഞ ശേഷം നമ്മൾ വീട്ടിൽ കൊണ്ടുവന്ന് വെക്കുമ്പോൾ അതിനകത്ത് ഒരു ബാഡ് സ്മെല്ല് ഉണ്ടാവും. അപ്പോൾ ആ ബാഡ് സ്മെല്ല് പോകാനായിട്ട് നമുക്കിതുപോലെ സോപ്പ് നമ്മൾ കവർന്ന് പൊട്ടിക്കുന്ന സമയത്ത് അതിനകത്ത് ഇതുപോലെ കട്ടിക്കുള്ള ഒരു സോപ്പ് പൊതിഞ്ഞിരിക്കുന്ന ആ ഒരു പേപ്പർ ഉണ്ടല്ലോ, ആ പേപ്പറിനെ നമ്മളിതുപോലെ ഒന്ന് മടക്കിയിട്ട് ഈ ഷൂവിൻ്റെ ഈ ഒരു ഭാഗത്ത് വെക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഷൂ
ട്യൂബ് എടുക്കുന്ന സമയത്ത് നല്ലൊരു മണം ഉണ്ടാവും കേട്ടോ. അതിനകത്ത് വരുന്ന ബാഡ് സ്മെല്ലൊക്കെ നമുക്ക് പോകാനായിട്ട് ഹെൽപ്പാക്കും. അതേപോലെ തന്നെ ഇപ്പോൾ മഴക്കാലം ആയതുകൊണ്ട് നമ്മുടെ വീട്ടിലെല്ലാവരും പുറത്തേക്ക് പോകുമ്പോൾ കുട നമ്മൾ യൂസ് ചെയ്യാറുണ്ട്. അപ്പോൾ കുട യൂസ് ചെയ്യുമ്പോൾ ചില സമയത്ത് മഴ വരുന്ന സമയത്ത് നമ്മൾ പെട്ടെന്ന് അത് ഓപ്പൺ ആക്കുമ്പോൾ പെട്ടെന്ന് ഓപ്പൺ ആവില്ല. അപ്പോൾ അങ്ങനെ പ്രശ്നങ്ങൾ വരുമ്പോൾ നമ്മൾ ഓപ്പൺ ആവാതിരുന്ന് കഴിഞ്ഞാൽ നമ്മൾ കുറച്ചൊക്കെ നനയും. അങ്ങനെ വരാതിരിക്കാനായിട്ട് നമ്മുടെ കുടകൾ നമ്മൾ ഇടയ്ക്കിടയ്ക്കൊക്കെ ഇതുപോലെ അതിൻ്റെ ആ ഒരു കമ്പിയിലും എല്ലാത്തിലും നമ്മൾ ഇതുപോലെ ഒന്ന് വാസലിൻ അപ്ലൈ ചെയ്ത് കൊടുക്കുക കേട്ടോ. എണ്ണയാക്കേണ്ട ആവശ്യമില്ല. എണ്ണയാക്കുന്നതിനേക്കാളും നമുക്ക് വാസലിൻ അപ്ലൈ ചെയ്യുമ്പോൾ ഉണ്ടല്ലോ അത് നല്ല ഫ്ലെക്സിബിൾ ആവും. അതിൻ്റെ കമ്പികളെല്ലാം തന്നെ നല്ലപോലെ ഫ്ലെക്സിബിൾ ആവും കേട്ടോ. അപ്പോൾ നമ്മളിപ്പോൾ പുറത്തേക്ക് പോകുന്ന സമയത്താണെങ്കിൽ പെട്ടെന്ന് മഴ വരുമ്പോൾ നമ്മൾ പെട്ടെന്ന് ഓപ്പൺ ആക്കുമ്പോൾ നല്ല സ്പീഡിൽ തന്നെ അത് ഓപ്പൺ ആവും കേട്ടോ. അപ്പോൾ ഇതുപോലെ നമ്മൾ കുടയൊക്കെ സൂക്ഷിക്കുന്ന സമയത്ത് ഈ ഒരു രീതിയിൽ നമ്മൾ ആവശ്യം കഴിഞ്ഞ് കൊണ്ടുവന്ന് വെക്കുന്ന സമയത്ത് അതൊക്കെ നല്ല വെള്ളം മുഴുവനായിട്ട് വാർന്ന് പോകുന്ന രീതിയിൽ നമ്മൾ വെക്കുക. അതിനുശേഷം നമ്മൾ ഇതുപോലെയൊക്കെ ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുക കേട്ടോ. വാസലിനൊക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ കുട പെട്ടെന്ന് കേടുവരില്ല. നല്ല രീതിയിൽ തന്നെ നമുക്ക് കുറേ നാൾ യൂസ് ചെയ്യാനായിട്ടൊക്കെ സാധിക്കുകയും ചെയ്യും. ഇതുപോലെ വാസലിൻ അപ്ലൈ ചെയ്യുമ്പോൾ തുരുമ്പൊന്നും പെട്ടെന്ന് കയറില്ല കേട്ടോ. അപ്പോൾ ഞങ്ങളിതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇനിയിപ്പോൾ അതേപോലെ ഞാനിവിടെ നമ്മൾ സാധാരണ ജ്യൂസൊക്കെ വാങ്ങുമ്പോൾ കിട്ടുന്ന കുപ്പി ഉണ്ടല്ലോ, അതിൻ്റെ ആ ഒരു അടപ്പിൻ്റെ മോൾ ഭാഗം ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. കട്ട് ചെയ്തെടുത്തിട്ട് അതിൻ്റെ ആ ഒരു അടിഭാഗം ഉണ്ടല്ലോ അതിൽ നമ്മളിതുപോലെ കിച്ചണിലൊക്കെ നമ്മൾ കത്തിയോ ചെറിയ സ്പൂണുകളൊക്കെ സൂക്ഷിക്കുക. അതേപോലെ തന്നെ ഇതിപ്പോൾ ഞാൻ കത്തിയാണ് വെച്ചിരിക്കുന്നത്. അപ്പോൾ മക്കൾ പഠിക്കുന്ന സമയത്ത് അവരുടെ സ്റ്റഡി ടേബിളിൻ്റെ മുകളിൽ ഇതുപോലെ ഒരു കുപ്പിയിൽ അവർക്ക് ആവശ്യമുള്ള പെൻസിലോ പേനയോ ഒക്കെ നമുക്ക് വെക്കാം കേട്ടോ. അപ്പോൾ ഇതുപോലെ കുപ്പി കിട്ടുന്ന സമയത്ത് നമ്മൾ എന്തായാലും നമ്മുടെ വീട്ടിൽ ഇതുപോലുള്ള കുപ്പികളൊക്കെ ഉണ്ടാവും. അപ്പോൾ നമ്മളത് വെറുതെ അവിടെ ഇവിടെ ഇടുന്ന സമയത്ത് ഇതുപോലെ നമുക്ക് ചെറിയ ചെറിയ കാര്യങ്ങൾ ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് ആ കുപ്പി റീയൂസ് ചെയ്യാനായിട്ട് സാധിക്കും. ഇനിയിപ്പോൾ അതേപോലെ തന്നെ അടുത്ത നല്ലൊരു ടിപ്പ്, ഇതുപോലെ ഞാനൊരു പേപ്പറിലേക്ക് കുറച്ച് സവോള ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ മഴക്കാലം ആയതുകൊണ്ട് നമ്മുടെ വീട്ടിൽ സവോളയാണെങ്കിലും ചെറിയുള്ളി ആണെങ്കിലും ഒക്കെ വാങ്ങുമ്പോൾ അത് പെട്ടെന്ന് തണുത്ത് അത് പെട്ടെന്ന് ചീഞ്ഞു പോകാനൊക്കെ സാധ്യതയുണ്ട്. അപ്പോൾ നമ്മുടെ വീട്ടിൽ സവോള എന്തായാലും ഒരു ദിവസം 1-2 ഒക്കെ നമ്മൾ കുക്കിങ്ങിൻ്റെ ആവശ്യത്തിനായിട്ട് നമ്മൾ ഉപയോഗിക്കാറുണ്ട്. സവോള ഇല്ലാതെ നമുക്ക് കിച്ചണിൽ ഒരു പണിയും നമുക്ക് നടക്കില്ല. അപ്പോൾ നമ്മൾ വാങ്ങുമ്പോൾ കുറച്ച് കൂടുതലായിട്ടൊക്കെ സവോള വാങ്ങുന്ന സമയത്ത് നമ്മളത് ഈ ഒരു മഴക്കാലത്ത് നമ്മൾ സൂക്ഷിക്കാനായിട്ടുള്ളതും ഇതുപോലെ നമ്മൾ ഏതിലാണോ നമ്മൾ സവോള എടുത്ത് വെക്കുന്നത് അതിൻ്റെ അടിയിൽ ഇതുപോലെ ശരിക്കും നല്ല കട്ടിക്ക് തന്നെ ന്യൂസ് പേപ്പർ ഇതുപോലെ വെച്ച് കൊടുത്തിട്ട് ഓരോ സവോളയും നമ്മൾ ഈ ഒരു രീതിയിൽ കമഴ്ത്തി വെച്ച് കൊടുക്കുക കേട്ടോ. കമഴ്ത്തി വെച്ച് കൊടുക്കുക. പിന്നെ നമ്മൾ മെയിനായിട്ട് നമ്മളത് അടച്ചൊന്നും വെക്കാതെ ഇങ്ങനെ ഓപ്പണായിട്ട് വെക്കാനായിട്ട് നോക്കുക. അപ്പോൾ അത് സവോള പെട്ടെന്ന് ചീഞ്ഞു പോവില്ല. ചെറിയ നനവുണ്ടെങ്കിൽ പോലും പെട്ടെന്ന് സവോള ചീഞ്ഞു പോകും ഈ മഴക്കാലം ആയത് കാരണം. അപ്പോൾ നമ്മൾ അതിൽ നനവുണ്ടെങ്കിൽ അതെല്ലാം തുടച്ചെടുത്തതിന് ശേഷം നമ്മളില്ലെങ്കിൽ ഈ ന്യൂസ് പേപ്പറിൽ വെക്കുമ്പോൾ തന്നെ ഈ ഒരു സവോളയിലുള്ള നനവ് മുഴുവൻ അത് വലിച്ചെടുത്തോളൂ കേട്ടോ. ഇതുപോലെ വെക്കുക. എന്നിട്ട് നമ്മൾ ചെറിയ ന്യൂസ് പേപ്പർ ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തിട്ട് നമ്മൾ ഇതുപോലെ ഒന്ന് അതിൻ്റെ ഇടയിലൊക്കെ ഇതുപോലെ ഒന്ന് വെച്ച് കൊടുക്കുക. ഇങ്ങനെ വെച്ച് കൊടുക്കുന്ന സമയത്ത് നമുക്ക് പെട്ടെന്ന് അതിൽ നനവ് അഥവാ ഉണ്ടെന്നുണ്ടെങ്കിൽ പോലും ആ നനവെല്ലാം തന്നെ അത് വലിച്ചെടുത്തോളും. സവോള കുറേ നാൾ നമുക്ക് സൂക്ഷിക്കുകയും ചെയ്യുക. കൂടുതൽ വാങ്ങിയാലും ധൈര്യമായിട്ട് നമുക്ക് സൂക്ഷിക്കുകയും ചെയ്യുക. ഒരുപാട് നാൾ വെച്ചാലും കേടൊന്നും വരില്ല, ചീഞ്ഞു പോകുക ഒന്നും ചെയ്യില്ല കേട്ടോ. അപ്പം നിങ്ങളിതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ എൻ്റെ ചാനൽ ആദ്യമായി കാണുന്ന കൂട്ടുകാരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അതേപോലെ തന്നെ എൻ്റെ തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കണിൽ ഓൾ എന്ന ബട്ടൺ കൂടി എനേബിൾ ചെയ്താൽ മാത്രമേ ഞാനിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷനൊക്കെ നിങ്ങൾക്ക് കൃത്യമായിട്ട് കിട്ടുകയുള്ളൂ കേട്ടോ. അതേപോലെ ഇന്നത്തെ വീഡിയോസിൽ ഏതെങ്കിലും ഒരു ടിപ്സ് യൂസ്ഫുള്ളായി തോന്നിയിട്ടുണ്ടെങ്കിൽ വീഡിയോയ്ക്ക് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഞങ്ങളുടെ ഫ്രണ്ട്സ് ആൻഡ് റിലേറ്റീവ്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്യാനും അതുപോലെ വീഡിയോയ്ക്ക് നല്ല നല്ല കമൻറ്റ് ഇടാനൊന്നും മറക്കരുത് കേട്ടോ. പിന്നെ ഇതേപോലെ തന്നെ അടുത്ത നല്ല ഇൻട്രസ്റ്റിങ്ങും എല്ലാ വീട്ടമ്മമാർക്കും ഒരേപോലെ യൂസ്ഫുൾ ആവുന്ന വളരെ നല്ലൊരു വീഡിയോയിൽ കാണുന്നത് വരേക്കും ബൈ.